ലോകസമാധാനത്തിനായി സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ എല്ലായ്പ്പോഴും ഇടപെടുന്നുണ്ടെന്ന് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള സ്ഥിതിഗതികൾ, കംബോഡിയയ്ക്കും തായ്ലൻഡിനുമിടയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ രാജ്യാന്തര തലത്തിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്നിടത്തെല്ലാം യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. റഷ്യ-യുക്രൈൻ വെടിനിർത്തൽ സാധ്യമാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഇന്ത്യ-പാക് വിഷയം മാർക്കോ റൂബിയോ പരാമർശിച്ചത്. വെടിനിർത്തൽ സാധ്യമാകണമെങ്കിൽ ഇരുപക്ഷവും പരസ്പരം വെടിയുതിർക്കുന്നത് നിർത്തണമെന്നും എന്നാൽ റഷ്യ അതിന് സമ്മതിക്കുന്നില്ലെന്നും റൂബിയോ പറഞ്ഞു. 3.5 വർഷത്തോളമായി തുടരുന്ന യുദ്ധം പൊടുന്നനെ വെടിനിർത്തലിലേക്ക് എത്തിക്കുന്നതിൽ ഏറെ വെല്ലുവിളിയുണ്ട്. താൽക്കാലിക വെടിനിർത്തലിനേക്കാളും ഭാവിയിലും സംഘർഷങ്ങൾ തടയാൻ സാധിക്കുന്ന സമാധാന കരാറാണ് ലക്ഷ്യമിടുന്നതെന്നും ചാനൽ പരിപാടിയിൽ യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം പരിഹരിക്കുന്നതിൽ തങ്ങളുടെ ഇടപെടൽ ഉണ്ടെന്ന് യു.എസ്. പ്രസിഡന്റ് ഉൾപ്പെടെ ആവർത്തിക്കുകയാണ്. എന്നാൽ ഈ വാദങ്ങളെ ഇന്ത്യ ശക്തമായി തള്ളിയിട്ടുണ്ട്. പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മൂന്നാമതൊരു രാജ്യത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ പാർലമെന്റിൽ നടന്ന ചർച്ചയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം ആവർത്തിച്ചിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വൊളഡിമർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ യുക്രൈന് മുന്നിൽ നാറ്റോയുടെ വാതിൽ തുറക്കില്ലെന്ന സൂചന നൽകി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2014 റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രൈമിയ തിരിച്ചു നൽകുന്നതും ചർച്ചയാക്കില്ലെന്ന് ട്രംപ് തന്റെ സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അതിനിടെ ട്രംപ് മുൻകൈയെടുത്തു നടക്കുന്ന റഷ്യ-യുക്രൈൻ സമാധാന കരാർ ചർച്ചയ്ക്കായി സെലൻസ്കി യു.എസിലെത്തി. തിങ്കളാഴ്ച ഇന്ത്യൻ സമയം രാത്രി 10:45 വൈറ്റ് ഹൌസിൽ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ സെലൻസ്കിയെ ട്രംപ് ധരിപ്പിക്കും. പുടിന്റെ ആവശ്യങ്ങൾക്ക് സെലൻസ്കി വഴങ്ങിയാൽ 3.5 വർഷമായി തുടരുന്ന യുദ്ധത്തിന് സമാധാനത്തിന്റെ വെള്ളക്കൊടി ഉയരും. ഒപ്പം സമാധാനം സ്ഥാപിച്ചതിന്റെ നേട്ടം ട്രംപിനും സ്വന്തമാകും. യുദ്ധം വേഗത്തിലും വിശ്വസനീയമായും അവസാനിക്കണമെന്ന ആഗ്രഹം നമുക്കെല്ലാവർക്കുമുണ്ടെന്നും സമാധാനം നിലനിൽക്കണമെന്നും സെലൻസ്കി എക്സിൽ കുറിച്ചു. ട്രംപിനൊപ്പം യൂറോപ്പിൽ നിന്നുള്ള നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് സെലൻസ്കി പറഞ്ഞു. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും ഇത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയ സാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ്, നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടി തുടങ്ങിയവരാണ് സെലൻസ്കിയുമായി ചർച്ച നടത്തുക. സമാധാന കരാറിന്റെ ഭാഗമായി യു.എസും യൂറോപ്പും യുക്രൈന് സുരക്ഷ നൽകുന്നതിൽ വിരോധമില്ലെന്ന് റഷ്യ സമ്മതിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതേസമയം യുക്രൈന് നാറ്റോ പ്രവേശനത്തെ പുടിൻ എതിർത്തിരുന്നു. ഇതായിരുന്നു റഷ്യ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള പ്രധാന കാരണവും. എന്നാൽ മുൻപ് റഷ്യൻ അതിക്രമണത്തിൽ ഭൂമി നഷ്ടമായതുപോലെ ഇക്കുറ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സൂചനയും സെലൻസ്ക നൽകിയിട്ടുണ്ട്. ഇപ്പോഴും യുക്രൈൻ സൈനികർ രാജ്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുകയാണ്. യുദ്ധം ആരംഭിച്ച റഷ്യ തന്നെ ആക്രമണം അവസാനിപ്പിക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. ഇന്ന് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും ട്രംപ് പുടിൻ ചർച്ചയുടെ 2ാം ഘട്ടത്തെക്കുറിച്ച് തീരുമാനമുണ്ടാവുക. അടുത്ത ചർച്ചയ്ക്ക് ട്രംപിനെ റഷ്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് പുടിൻ അലാസ്കയിൽ നിന്നും മടങ്ങിയത്. വേണമെങ്കിൽ റഷ്യയുമായുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്കാകും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനിയും യുദ്ധം തുടരാം. യുദ്ധം എങ്ങനെയാണ് ആരംഭിച്ചത് എന്ന് ഓർക്കണം എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറയുന്നു. ഇതിനൊപ്പമാണ് നാറ്റോയിലേക്ക് യുക്രൈന് പ്രവേശനമില്ലെന്നും മുൻപ് റഷ്യ സ്വന്തമാക്കിയ ക്രൈമിയ തിരിച്ചു ലഭിക്കില്ലെന്നും ട്രംപ് കുറിച്ചു. വോട്ടുകൊള്ള ആരോപണത്തിന് പിന്നാലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് ആയുധം പ്രയോഗിക്കാൻ പ്രതിപക്ഷ നീക്കം ആരംഭിച്ചതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയിൽ ആലോചനകൾ തുടങ്ങി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ചില സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടികയിൽ വ്യാപകമായ കുട്ടിച്ചേർക്കലുകൾ നടന്നതായി വാർത്താസമ്മേളനം നടത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. ഇതിനു മറുപടിയുമായി കഴിഞ്ഞ ദിവസം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറും വാർത്താസമ്മേളനം നടത്തി. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സുതാര്യമായിട്ടാണ് നടത്തപ്പെടുന്നതെന്നും കമ്മീഷന്റെ തോളിൽ തോക്കുവെച്ച് വോട്ടർമാരെ ലക്ഷ്യമിട്ട് രാഷ്ട്രീയം കളിക്കുന്നത് അനുവദിക്കില്ലെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനൊപ്പം വോട്ടുകൊള്ള സംബന്ധിച്ച ആരോപണത്തിൽ സത്യവാങ്മൂലം നൽകണം, അല്ലെങ്കിൽ മാപ്പ് പറയണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇംപീച്ച്മെന്റ് കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിപക്ഷം നീക്കം ആരംഭിച്ചത്. ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിലാണ് ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകുന്നത് ഇന്ത്യ മുന്നണി ചർച്ച ചെയ്തത്. നോട്ടീസ് നൽകുന്നതിനായി ഒപ്പുശേഖരണമാണ് ആദ്യ കടമ്പ. പാർലമെന്റിലെ ഇരുസഭകളിലും 3/2 ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാൻ സാധിക്കൂ. എന്നാൽ ഈ വിഷയത്തിൽ ഗൗരവമേറിയ ചർച്ചകൾ പാർലമെന്റിൽ നടത്താൻ പ്രതിപക്ഷത്തിന് അവസരം ലഭിക്കും. വർഷകാല സമ്മേളനം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനാൽ തന്നെ ഈ സമ്മേളനകാലത്ത് ഇംപീച്ച്മെന്റ് നടപടി അവതരിപ്പിക്കാൻ അനുവാദം ലഭിക്കുമോ എന്നതും സംശയമാണ്. സ്പീക്കറാണ് നോട്ടീസിൽ തീരുമാനമെടുക്കേണ്ടത്. ജബൽപൂർ. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഈസാഫ് ബാങ്ക് ശാഖയിൽ നിന്ന് 14.8 കിലോഗ്രാം സ്വർണവും 5 ലക്ഷം രൂപയും കവർന്ന സംഭവത്തിൽ 4 പ്രതികൾ പിടികൂടി.
ഓഗസ്റ്റ് 11-നാണ് ബാങ്കിൽ അതിക്രമിച്ചു കയറിയ സംഘം ജീവനക്കാരെ ബന്ധിനികളാക്കി മോഷണം നടത്തിയത്. റൈസ് സിംഗ് ലോധി, ഹേംരാജ്, വികാസ് ചക്രവർത്തി, സോനു വർമ്മൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ മോഷണം പോയ സ്വർണം ഇനിയും കണ്ടെത്താനായില്ല. ചോദ്യം ചെയ്യലിൽ കുറ്റം സംബന്ധിച്ച പ്രതികൾ എങ്ങനെ മോഷണം ആസൂത്രണം ചെയ്തു എന്നും നടപ്പിലാക്കിയെന്നും വെളിപ്പെടുത്തി. ലഹരിമരുന്ന് മോഷണം തുടങ്ങിയ കുറ്റങ്ങളിൽ പിടികൂടി ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുന്നതിനിടെയാണ് റൈസ് സിംഗ് ലോധി സഹതടവുകാരുമൊത്ത് ബാങ്ക് കവർച്ചയ്ക്ക് പദ്ധതിയിടുന്നത്. തുടർന്ന് ജയിൽ മോചിതരായ ശേഷം ബാങ്ക് കവർച്ചയ്ക്കായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ഓഗസ്റ്റ് 11-ന് ജീവനക്കാർ എത്തി ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ച ഉടനെയാണ് കൊള്ളസംഘം എത്തിയത്. 2 ബൈക്കുകളിലായി എത്തിയ 5-അംഗ മോഷ്ടാക്കളിൽ പേർ ബാങ്കിനുള്ളിൽ കയറി. ഹെൽമറ്റ് ധരിച്ച മോഷ്ടാക്കൾ കയ്യിൽ കരുതിയ നാടൻ തോക്കുപയോഗിച്ച് 4 ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ബന്ധനിലാക്കി. ശേഷം ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 14.8 കിലോഗ്രാം സ്വർണവും 5 ലക്ഷം രൂപയും മോഷ്ടിച്ചു. തുടർന്ന് പുറത്തുവന്ന ഇവർ തയ്യാറാക്കി നിർത്തിയ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. 20 മിനിറ്റിനുള്ളിലാണ് സംഘം ബാങ്ക് കൊള്ളയടിച്ചത്. തുടർന്ന് ഹൈവേ ഒഴിവാക്കി ചെറുലോഡുകളിലൂടെ സഞ്ചരിച്ച ഇവർ ഇടയ്ക്ക് വസ്ത്രങ്ങൾ മാറുകയും 2ആയി പിരിയുകയും ചെയ്തു. ശേഷം ട്രെയിനിൽ സംഘം ഛത്തീസ്ഗഡിലേക്ക് മടങ്ങി. ബാങ്കിനടുത്തായി വാടക വീടെടുത്താണ് സംഘം മോഷണം ആസൂത്രണം ചെയ്തത്. പുതിയ ബൈക്കുകളും വാങ്ങി. കവർച്ചയ്ക്ക് പ്രാദേശിക മോഷ്ടാക്കളുടെ സഹായവും ലഭ്യമാക്കി. മോഷ്ടിച്ച സ്വർണം ഉരുക്കിയ ശേഷം പങ്ക് നൽകാമെന്ന ധാരണയിലാണ് ഇവരെ ഒപ്പം നിർത്തിയത്. പോലീസ് അറസ്റ്റ് ചെയ്ത സംഘത്തിൽ നിന്ന് കവർന്ന സ്വർണം കണ്ടെത്തിയില്ലെങ്കിലും മോഷണത്തിനുപയോഗിച്ച ആയുധങ്ങൾ, വാഹനങ്ങൾ, 1.83 ലക്ഷം രൂപ തുടങ്ങിയവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ജയിൽ വകുപ്പിന്റെ പൂജപ്പുരയിലെ കെഫറ്റീരിയയിൽ മോഷണം. സെൻട്രൽ ജയിലിന്റെ ഭാഗമായുള്ള കെഫറ്റീരിയയിൽ നിന്ന് 4 ലക്ഷം രൂപയോളം മോഷണം പോയെന്നാണ് റിപ്പോർട്ട്. ട്രഷറിയിൽ അടയ്ക്കാൻ വെച്ചിരുന്ന പണമാണ് തടവുകാരും ഉൾപ്പെടെ ജോലി ചെയ്യുന്ന കെഫറ്റീരിയയിൽ നിന്ന് കാണാതായതെന്നാണ് അധികൃതർ പറയുന്നത്. ഇവിടെ വെച്ചിരുന്ന ഒരു ക്യാമറ പോലും പ്രവർത്തിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നതെന്നാണ് കരുതുന്നത്. 3 ദിവസത്തെ വരുമാനമാണ് പിന്നിലെ മുറിയിലെ മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്നത്. കഫേയുടെ താക്കോൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കൃത്യമായി അറിയുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് കരുതുന്നത്. പ്രതിയെ ഉടൻ പിടികൂടുമെന്നും പൂജപ്പുര പോലീസ് അറിയിച്ചു. പൂജപ്പുരയിൽ നിന്ന് ജഗതി ഭാഗത്തേക്കുള്ള റോഡിന്റെ അരികിലായാണ് കെഫറ്റീരിയ പ്രവർത്തിക്കുന്നത്. ഗതാഗതക്കുരുക്കിൽപ്പെട്ട് കിടക്കുന്നതിന് എന്തിനാണ് ജനങ്ങൾ 150 രൂപ ടോളായി നൽകുന്നതെന്ന് സുപ്രീംകോടതി. പാലിയേക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരായ ഹർജികളായിരുന്നു പരിഗണിച്ചത്. ഹൈക്കോടതി വിധിക്കെതിരെ നാഷണൽ ഹൈവേ അതോറിറ്റിയും ടോൾ പിരിക്കുന്ന കമ്പനിയുമാണ് ഹർജി നൽകിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് KV വിനോദ് ചന്ദ്രൻ, ജസ്റ്റിസ് NV അഞ്ചാര്യ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. കേസ് വിധി പറയാനായി മാറ്റി. താങ്കൾ പത്രം വായിച്ചില്ലേ, 22 മണിക്കൂറാണ് റോഡ് ബ്ലോക്ക് എന്ന് ദേശീയപാത അതോറിറ്റിക്കായി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് ജസ്റ്റിസ് KV വിനോദ് ചന്ദ്രൻ ചോദിച്ചു. ദേശീയപാതയിൽ മുരിങ്ങൂരിൽ ലോറി മറിഞ്ഞാണ് ഗതാഗത തടസ്സമുണ്ടായതെന്ന് തുഷാർ മേത്ത മറുപടി നൽകി. ലോറി തനിയെ വീണതല്ല, റോഡിലെ കുഴിയിൽ വീണു മറിഞ്ഞതാണെന്നും ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ പറഞ്ഞു. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ സർവീസ് റോഡുകൾ നിർമ്മിച്ചിരുന്നു. മഴ കാരണമാണ് നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചതെന്നും തുഷാർ മേത്ത പറഞ്ഞു. ദേശീയപാതയിലെ 65 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ടോൾ എത്രയാണെന്ന് ചീഫ് ജസ്റ്റിസ് ഗവായ് ചോദിച്ചു. 180 രൂപ എന്നായിരുന്നു മറുപടി. ഈ ഭാഗത്തെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ 12 മണിക്കൂർ എടുക്കുമെങ്കിൽ എന്തിനാണ് ടോൾ? 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കേണ്ട ദൂരം താണ്ടാൻ 11 മണിക്കൂർ അധികം എടുക്കുകയാണ്. അതിന് ടോളും നൽകേണ്ടി വരുന്നു എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ടോൾ പിരിവ് നിർത്തിവെച്ചത് മൂലമുണ്ടായ നഷ്ടം ദേശീയപാത അതോറിറ്റിയിൽ നിന്നും ഈടാക്കാൻ ഹൈക്കോടതി ടോൾ കരാറുകാരനെ അനുവദിച്ചതിലുള്ള ആശങ്കയാണ് NHAയ്ക്കുള്ളതെന്നും തുഷാർ മേത്ത ചൂണ്ടിക്കാട്ടി. അടിപ്പാത നിർമ്മിക്കുന്നത് മറ്റൊരു കമ്പനിയാണെന്നും ഗതാഗത തടസ്സത്തിന് ഉത്തരവാദികൾ അവരാണെന്നും ടോൾ പിരിക്കുന്ന കമ്പനിയും വാദിച്ചു. 4 ആഴ്ച ടോൾ പിരിക്കുന്നതിനാണ് ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പ്രശ്നം പരിഹരിക്കുന്നതിൽ കടുത്ത നിസ്സംഗതയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി കാണിച്ചതെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. സ്കൂൾ അധ്യാപകർക്കുള്ള അധ്യയന സഹായി പുസ്തകത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെക്കുറിച്ച് അപകീർത്തികരമായ പരാമർശം വന്നതിൽ നടപടിയെടുത്ത് വിദ്യാഭ്യാസ വകുപ്പ്. പിശകുകൾ വരുത്തിയ പാഠപുസ്തക രചനാ സമിതി അംഗങ്ങളെ തുടർന്നുള്ള അക്കാഡമിക് പ്രവർത്തനങ്ങളിൽ നിന്നും ഡീബാർ ചെയ്യാൻ SCRTക്ക് നിർദ്ദേശം നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അതിൽ തിരുത്തലുകൾ വരുത്താനും ചരിത്രപരമായ വസ്തുതകൾ ചേർത്ത് മാത്രമേ പുസ്തകം പ്രിന്റ് ചെയ്യാവൂ എന്ന നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. ചരിത്ര വസ്തുതകളെ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി വളച്ചൊടിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടല്ല സംസ്ഥാന സർക്കാരിനുള്ളത്. ഭരണഘടനാ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചരിത്ര വസ്തുതകളെ യാഥാർത്ഥ്യബോധത്തോടെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന നയമാണ് സർക്കാരിന്റേത് എന്നും മന്ത്രി പറഞ്ഞു. 4ാം ക്ലാസ്സിലെ പരിസര പഠനം പുസ്തകത്തിലെ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിന് അധ്യാപകർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ പുസ്തകത്തിലാണ് വിവാദ പരാമർശങ്ങൾ ഉണ്ടായത്. നേതാജിയെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ വിശദീകരിക്കുന്നിടത്താണ് അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഭയന്ന് ജർമ്മനിയിലേക്ക് പലായനം ചെയ്തു എന്ന വസ്തുതവിരുദ്ധമായ പരാമർശം വന്നത്. ഇത് SCRT വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പരാതി ഉയർന്നതിനെ തുടർന്ന് 4 ദിവസം മുൻപ് ഇത് തിരുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ വർഷം പരിഷ്കരിച്ച പുതിയ പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള കൈപ്പുസ്തകമാണിത്. ഓൺലൈനായി പ്രസിദ്ധീകരിച്ചതല്ലാതെ അച്ചടിച്ചു നൽകിയിട്ടില്ല.